ഒരാളുടെ ഫോട്ടോ കത്തിക്കുക എന്ന് പറയുമ്പോൾ ചിലർക്കത് വലിയ കുഴപ്പമുണ്ടാവില്ല. എന്നാൽ ചിലർക്ക് ഭയങ്കര വിഷമം തോന്നാം. അനുമോളുടെ ഫോട്ടോ കത്തിക്കാൻ ബിഗ് ബോസ് പറയുന്നു. ഫോട്ടോ കത്തിക്കുന്നുണ്ട് അവിടെ. ആ സമയത്ത് അനുമോൾ ഭയങ്കരമായിട്ട് കരയുന്നൊക്കെ ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഫോട്ടോ കത്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കരയേണ്ട കാര്യമില്ല. കരച്ചിലൊക്കെ വരാം. ബിഗ് ബോസിനകത്ത് അങ്ങനെ തൊട്ടേനും പിടിച്ചേനും ഒന്നും കരയേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചും കൂടെയൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കാം. ഒരു ഫോട്ടോയല്ലേ കത്തിക്കുന്നുള്ളൂ. വേറൊന്നും അല്ലല്ലോ. ഇപ്പൊ ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫോട്ടോ കത്തിക്കേണ്ടി വന്നാലോ? ഒരു സീരിയലിലോ, സിനിമയിലോ ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഫോട്ടോ കത്തിക്കുന്ന ഒരു രംഗം വന്നാലും ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഇതെല്ലാം ഗെയിമിന്റെ ഒരു ഭാഗമാണ്. ഈ സമയത്ത് ആര്യൻ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ആര്യന്റെ അടുത്ത് അനുമോള് ദേഷ്യപ്പെടുന്നുണ്ട്. ചിരിക്കണ്ട, ചിരിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട് പ്രൊമോയില്. അനുമോളുടെ കേസില് കരയണമെന്ന് ചോദിച്ചാൽ കരയേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഫോട്ടോയല്ലേ, കത്തിച്ചാലിപ്പോ എന്ത്? ജസ്റ്റ് ഒരു ഫോട്ടോയല്ലേ. അതിനെ ആ ഒരു സ്പിരിറ്റിൽ എടുത്താൽ മതി. അങ്ങനെ വിഷമം തോന്നുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ എന്തേലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കാതെ കൂളായിട്ട് കളയുന്ന ആൾക്കാരും ഉണ്ട്. ബിഗ് ബോസ് വീട്ടിൽ വേറെ ആരെങ്കിലും കരയുമോ എന്ന് എനിക്ക് സംശയമാണ് ഫോട്ടോ കത്തിച്ചു എന്ന് പറഞ്ഞിട്ട്. സോ കരയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ആര്യന്റെ ചിരി, അതൊക്കെ നമ്മൾ ആര്യന്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. ആര്യന്റെ അടുത്തുനിന്ന് വേറൊന്നും ഇനി പ്രതീക്ഷിക്കണ്ടല്ലോ. ലാലേട്ടന്റെ അടുത്ത് പെരുമാറി നമ്മൾ കണ്ടില്ലേ. കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.